ഹായ് ഡാ മക്കളെ, നമ്മൾ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉൾവലിവ് അല്ലെ. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും നമ്മളെ കളിയാക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, വേണ്ടാത്ത കാര്യത്തിന് നിൽക്കണമെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അല്ലെ. അങ്ങനത്തെ ആളുകൾക്കാണ് ഞാൻ ചെറിയൊരു കഥ പറയാം. കുഞ്ഞി കഥയാണ്. പണ്ട് കാലങ്ങളിലെ നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വീട്ടിൽ പോയിട്ടായിരുന്നു നമ്മൾ വിദ്യ അഭ്യസിച്ചിരുന്നത്. മാത്രമല്ല അവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ. നമ്മൾ വിറക് ശേഖരിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യണം, അതേപോലെ അവിടെയുള്ള ഏരിയകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ വീട് പോലെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അവിടെ ഒരു ഗുരുവിന് കുറെ സ്റ്റുഡൻസ് ഉണ്ട്, ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഒരു കുട്ടി വളരെ നല്ല മോനാണെങ്കിൽ പോലും ഗുരു എന്ത് പഠിപ്പിച്ചാലും അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ബാക്കി എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നുണ്ട്. ഈ മോനും അതുപോലെ തന്നെ ബാക്കി എന്ത് ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിലും അതിൽ നല്ല കഴിവാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട്. എന്നാൽ ഗുരു എത്ര പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും പഠിച്ചെടുക്കാനും മനസ്സിലാക്കി എടുക്കാനും ഈ കുട്ടിക്ക് സാധിച്ചതേ ഇല്ല. അവസാനം ആ കുട്ടി വിചാരിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല കൂടെയുള്ള ഫ്രണ്ട്സ് എപ്പോഴും പറയും, നിന്നെ കൊണ്ട് പറ്റത്തില്ല, എന്തിനാ വെറുതെ ഇട്ടേച്ച് പോകുന്നതാണ് നല്ലത്, നീ വീട്ടിൽ പോയി ഇരിക്കുന്നതാണ് ഒരുപാട് ഫ്രണ്ട്സ് പറയാറുണ്ട്, കൂടെ പഠിക്കുന്ന കുട്ടികൾ പറയാറുണ്ട്. അവസാനം ഈ കുട്ടി വിചാരിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് വീട് നോക്കാനും വീട്ടുകാരെ നോക്കാനും മാത്രമേ സാധിക്കുള്ളൂ. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗുരുവാണെങ്കിൽ നല്ല ഗുരുവാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഗുരുവിനെ സന്തോഷിപ്പിക്കാനോ തൃപ്തപ്പെടുത്താനോ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഗുരുകുലത്ത് നിന്ന് ഇറങ്ങി പോവാണ്. വീട്ടിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ആൾക്ക് ഭയങ്കരമായിട്ട് ദാഹം വരുന്നത്. അപ്പുറത്തൊരു കിണർ കാണുന്നു. ആ കിണറിൽ നിന്ന് ഒരുപാട് സ്ത്രീകള് വെള്ളം കോരുന്നുണ്ട്. ആ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശത്തുള്ള വീടുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. കിണറിന്റെ അടുത്ത് എത്തിയ സമയത്താണ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൊണ്ടാണെങ്കിലും ഉൾവശങ്ങളിലൊക്കെ എന്ത് കാണാൻ സാധിച്ചു, വര പോലെ ആഴ്ന്നിറങ്ങി ഒരുപാട് പാടുകൾ, ഒരുപാട് മാർക്സ് കാണാൻ സാധിച്ചു. നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ ഫുൾ കൗതുകമായി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, ആ കിണറിൽ നിന്ന് നിത്യേന ഒരുപാട് പേര് വെള്ളം കോരുന്നു. വെള്ളം കോരുന്ന സമയത്ത് ഈ കയറും അതുപോലെ തന്നെ ഈ കല്ലും ഉരസി ഉണ്ടാവുന്ന പാടുകളാണത്. അത് ആഴ്ന്നിറങ്ങി അവിടെ പതിഞ്ഞുപോയി. ഈ പറഞ്ഞ വാക്കുകളും ആ കുഞ്ഞു മനസ്സിൽ എന്ത് ചെയ്യുന്നു, പതിയുന്നു. കുഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാതെ തിരിച്ച് ഇവിടേക്ക് പോകുന്നു, ഗുരുകുലത്തിലേക്ക് പോകുന്നു. ഗുരുവിന് ഒരുപാട് സന്തോഷമാവുന്നു, കാരണം ഗുരുവിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണല്ലേ. അങ്ങനെ നിത്യേന പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിത്യേന പഠിച്ച് സ്വയം വിശ്വസിച്ച് ഉള്ളിൽ ദൃഢമായ വിശ്വാസത്തോടു കൂടി പഠിച്ചെടുത്ത് എന്താണ് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ പതിയാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി പഠനത്തിൽ മുന്നേറാൻ സാധിച്ചു. ഇത് സാധാരണക്കാരന്റെ കഥയല്ല കേട്ടോ, ഇത് ഫേമസ് ആയ ഒരു പണ്ഡിതനായ സംസ്കൃത പണ്ഡിതനായ ആചാര്യ ഭരദ്വാജിന്റെ കഥയാണ്. ഈ കഥ ഏവർക്കും പ്രചോദനം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും നമ്മളിൽ വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നേറാൻ സാധിക്കാത്തത്. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പിൻവലിവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെല്ലാം ചുറ്റുമുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമ്മളെ എത്രത്തോളം ഡിസ്കറേജ് ചെയ്താലും നിങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദൃഢമായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഞാൻ പറഞ്ഞതുപോലെ ദൃഢമായ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുക. മാത്രമല്ല നിങ്ങൾ എന്ത് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക്, നന്നായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് എന്തുമാവട്ടെ, നമ്മൾ പറഞ്ഞു സ്പോർട്സ് ആവട്ടെ, ആക്ടിവിറ്റീസ് ആവട്ടെ, പഠനമാവട്ടെ, നിങ്ങൾ പരിശ്രമിക്കുക നന്നായിട്ട്. മാത്രമല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് പെർഫെക്റ്റ് ആവാൻ സാധിക്കും അല്ലെ. നമുക്ക് അത് നേടിയെടുക്കാനും അതുപോലെ തന്നെ അതിൽ മെച്ചപ്പെടാനും സാധിക്കും. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സ്റ്റേ ഹാപ്പി ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ.